നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഭാഗ്യം തേടി വരുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. ജൂലൈ മാസം ഇവിടെ പറയുന്ന 15 നക്ഷത്രക്കാർക്കും അവർ വിശ്വസിക്കുന്നതിലും കൂടുതൽ വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ്. ജ്യോതിശാസ്ത്രപ്രകാരം ഈ മാസം ഈ നക്ഷത്ര ജാതകരിൽ വലിയ മാറ്റവും നേട്ടവും ആണ് ഉണ്ടാകുന്നത്. ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായിട്ടുള്ളൊരു സമയവും സാഹചര്യങ്ങളൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരിൽ തെളിഞ്ഞു കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇവർക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും സൗഭാഗ്യങ്ങളുമാണ് ജീവിതത്തിൽ വന്നു ചേരുവാൻ യോഗമുള്ളത്. എന്തു തന്നെയായാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൽ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ പൂജ കൊണ്ട് ഉറപ്പായും നടന്നു കിട്ടുന്നതായിരിക്കും. 2025 ജൂലൈ മാസം ഇവിടെ പറയുന്ന 15 നക്ഷത്ര ജാതകർക്കും ലോട്ടറി അടിക്കുവാനും ജീവിതത്തിൽ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറുവാനുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ്. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പുരോഗതികൾ ഉണ്ടാകുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. വരുമാനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്ന സമയവുമാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ അനുകൂലമായി വന്നതുകൂടി തന്നെ അശ്വതി നക്ഷത്ര ജാതകരിൽ വലിയ നേട്ടവും വിജയങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക. കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നിങ്ങൾ നടത്തുക. നിങ്ങളുടെ കഠിനാധ്വാനം വിജയത്തിലേക്ക് എത്തുന്ന സമയവും സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരുടെ കഠിനാധ്വാനം ഫലം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. സമയം തെളിയുന്നതോടുകൂടി തന്നെ അപ്രതീക്ഷിത ധനലാഭം ജീവിതത്തിൽ കൈവരിച്ച് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുവാനും യോഗമുള്ള സമയമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയ ഉയർച്ചകളാണ് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അപ്രതീക്ഷിത ധനലാഭങ്ങളൊക്കെ ഭരണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുള്ള യോഗങ്ങളുണ്ട്. അടുത്ത കാർത്തിക നക്ഷത്ര ജാതകരാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വലിയ വർധനവുണ്ടാകുന്ന സമയമാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും അനുകൂലമായിട്ട് വന്നു ചേരുന്ന കാലഘട്ടമാണ്. ഈ നക്ഷത്ര ജാതകരുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്തായാലും സ്വദേശത്തായാലും ശരി നിങ്ങളുടെ ഭാഗ്യ അന്വേഷണങ്ങൾ തുടരുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടക്കുവാനുള്ള വഴികളും തുറന്നു കിട്ടുന്നതായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. സാമ്പത്തിക സ്ഥിതി വളരെ മികച്ച രീതിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈമുതലായി വന്നു ചേരുന്ന സമയമാണ്. പുതിയ നിക്ഷേപ മാർഗങ്ങളിൽ വൻ ലാഭങ്ങൾ പ്രതീക്ഷിക്കേണ്ട സമയമാണ്. ഉറപ്പായും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിക്കിട്ടുന്നതായിരിക്കും. അടുത്തത് മകീര നക്ഷത്ര ജാതകരാണ്. തൊഴിൽ മേഖലകൾ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ജീവിതത്തിലും കുടുംബത്തിലും വന്നു ചേരുന്ന സമയവും സാഹചര്യങ്ങളാണ് മകീരം നക്ഷത്ര ജാതകരിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നേട്ടത്തിന് വിധേയപ്പെടുന്നൊരു സമയവും സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ഭാഗ്യം അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും ആത്മവിശ്വാസം വർദ്ധിക്കുകയും അഭിമാനം നിമിഷങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്ന സമയമാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും ജീവിതം എത്തിച്ചേർന്ന് എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ പുണർദം നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. സാമ്പത്തിക നേട്ടത്തിൻ്റെ വഴികളിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. പ്രതീക്ഷകൾ വർദ്ധിക്കുന്നതായിരിക്കും.
ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളും ധാരാളം വന്നു ചേരുന്ന ഈ കാലഘട്ടം നിങ്ങൾ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങൾ ഉറപ്പായും കൈപിടിച്ചുയർത്തി ധനാഭിവൃദ്ധിയിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധികളും വിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ലോട്ടറിയൊക്കെ അടിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനുള്ള സമയവും സാഹചര്യവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈ ഭാഗ്യ നിമിഷത്തെ നിങ്ങൾ കൊണ്ടുപോയി കളയാതിരിക്കുക. ഈശ്വരനെ മുൻനിർത്തി പ്രാർത്ഥിച്ച് ലോട്ടറിയൊക്കെ ഒന്ന് എടുത്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്ത പൂരം നക്ഷത്ര ജാതകരാണ്. ലോട്ടറി ഭാഗ്യം നല്ല രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ലോട്ടറി പരീക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ ഭാഗ്യാന്വേഷണം തുടരുക. ജീവിതത്തിൽ നല്ല മാറ്റവും നല്ല പുരോഗതികളൊക്കെയാണ് പൂരം നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്ന സമയമാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതോടുകൂടി തന്നെ ഒത്തിരി നേട്ടത്തിലേക്ക് പൂരം നക്ഷത്ര ജാതകർ ഉറപ്പായും എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതികൾ പ്രതീക്ഷിക്കേണ്ട സമയമാണ്. ഭാഗ്യം അനുകൂലമായിട്ട് നിൽക്കുന്നതുകൂടി തന്നെ നിങ്ങൾക്ക് എല്ലാവിധമായ സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും വന്നു ചേരുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വന്നു ചേരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ തേടി വരുവാനുള്ള യോഗങ്ങളും ഭാഗ്യാനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ധാരാളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുവാനും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്ത ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ജാതകർക്കും സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിലുള്ള പുരോഗതിയിലേക്ക് ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടതായിരിക്കും. ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളൊക്കെ എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളുമാണ് നിങ്ങൾക്ക് കാണപ്പെടുന്നത്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമാണ്. കാര്യവിജയത്തിൻ്റെ ഈ കാലഘട്ടം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കാരണം സാമ്പത്തികപരമായിട്ട് വളരെയധികം പുരോഗതികളും ഉയർച്ചകളും ജീവിതത്തിൽ നിങ്ങളെ തേടി വരാനിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചു ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും. ധനോയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദേശത്തായാലും സ്വദേശത്ത് നിൽക്കുന്നവർ ഭാഗ്യാന്വേഷണം നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമൊന്ന് പരീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ അതുകൊണ്ട് അകന്നു പോകുന്നതായിരിക്കും. ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഈശ്വരാനുഗ്രഹങ്ങളുള്ള സമയങ്ങളാണ്. അതുപോലെ തന്നെ രേവതി നക്ഷത്ര ജാതകരും ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പുണ്യ സമയമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഈശ്വരാനുഗ്രഹങ്ങളും ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ കൈമുതലായിട്ട് വന്നു ചേരുന്ന സമയത്തിൽ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വലിയ ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 15 നക്ഷത്ര ജാതകരും ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് ഒരു നാളികേരം മുടച്ച് കറുകമാല സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുമല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും വിഘ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടി നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിക്കിട്ടതായിരിക്കും. അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ നേരിടുന്നവർക്ക് ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങൾ മൂലമന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നത് വളരെയധികം ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കാരണമായി തീരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ദുരിത കാലഘട്ടങ്ങളിൽ ഉറപ്പായും നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഉറപ്പായും ഗണപതി ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ള 15 നക്ഷത്ര ജാതകർക്കും ജൂലൈ മാസം ഉറപ്പായും ഉണ്ടാകുന്നതായിരിക്കും.